ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. വെറും 5 മിനിറ്റിനുള്ളിൽ ഒരു നാടൻ മോരുകറി തയ്യാറാക്കിയാലോ, അതും കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട്. ഇൻഗ്രീഡിയൻസ് കുറവാണെങ്കിലും ഇതിൻ്റെ രുചി ഒരു രക്ഷയില്ലാത്ത രസമാണ് കേട്ടോ, രുചിയാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതുണ്ടാക്കാൻ വേണ്ടി ഞാൻ ആദ്യമായി ഒരു 3 ചേമ്പാണ് എടുത്തിരിക്കുന്നത്, ചെറുതായി കട്ട് ചെയ്ത ചേമ്പ്. അതിലേക്ക് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം, ഒരു നാഴി ഗ്ലാസ്സിന് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് ഒരു നുള്ള് ഉപ്പ് ഇട്ട് കൊടുക്കുക. അത്യാവശ്യത്തിന് നമുക്കൊക്കെ ഓരോരുത്തർക്കും ഓരോരോ ഉപ്പല്ലേ വേണ്ടി. നമ്മളുടെ വീട്ടിൽ അത്യാവശ്യം ഉപ്പ് വേണം കറിയിൽ, അതുകൊണ്ട് ഞാൻ ഇത്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 1.5 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നമുക്കൊന്ന് നല്ലവണ്ണം ഇളക്കി കൊടുക്കാം. ഈ ഉപ്പും മഞ്ഞൾപ്പൊടിയും നമ്മളെ ചേമ്പൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് നമുക്ക് കുറച്ച് പച്ചമുളകാണ്. ഒരു 5 പച്ചമുളക് നമുക്കെടുക്കാം. ഈ 5 പച്ചമുളക് നമുക്ക് നടുകെ കീറി വേണം ഇടാൻ വേണ്ടിയിട്ട്. അത് നടുകെ കീറി എടുക്കാം നമുക്ക്. എന്നിട്ട് നമ്മുടെ കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നിങ്ങൾ തീർച്ചയായും ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല രസമുള്ള മോരുകറിയാണിത്. 5 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മളുടെ മോരുകറി തിളക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് ചേമ്പൊക്കെ നല്ല വേവാൻ വേണ്ടിയിട്ട് മൂടി വെച്ചു. ഇനി ഇതിലേക്ക് ഒരരപ്പുണ്ടാക്കാം നമുക്ക്. അതിന് വേണ്ടി ഒരു 5 ചെറിയ ഉള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു ചെറിയ ഇഞ്ചി കഷ്ണം എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ ഇഞ്ചി കഷ്ണം മാത്രമാണ് എടുത്തിരിക്കുന്നത്. അത് നമ്മളെ ചേമ്പൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതാ കണ്ടോ, നല്ല ചെറുതായി അരിഞ്ഞത് കൊണ്ട് പെട്ടെന്ന് നമ്മളുടെ ചേമ്പൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഞാൻ വീഡിയോ ലാഗാക്കുന്നില്ല, പെട്ടെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. 1 ടീസ്പൂണ് ചെറിയ ജീരകമാണ് പിന്നെ നമ്മൾ ഇതിലേക്ക് തേങ്ങയിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ 1 ടീസ്പൂണ് കുരുമുളകും നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് മോരൊഴിച്ചിട്ട് നമ്മുടെ മിക്സിയിൽ നമ്മളുടെ ഇതിട്ടിട്ട് ഒന്ന് നല്ലവണ്ണം അരച്ച് ഫൈനായിട്ട് നല്ലവണ്ണം അരഞ്ഞ് കിട്ടണം കേട്ടോ. അങ്ങനെയൊന്ന് നല്ലവണ്ണം നമുക്ക് അരച്ചെടുക്കാം. ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ മോരാണ്. നിങ്ങൾക്ക് ഏത് മോര് വേണമെങ്കിലും എടുക്കാം, അങ്ങനെയൊന്നുമില്ല. അത് നമ്മൾ മോര് മുമ്പ് ഒഴിക്കരുത്. ഈ തേങ്ങ അരക്കുന്ന ബാറ്ററിൽ തന്നെ ഒഴിച്ച് വേണം മോര് തേങ്ങ അരച്ചെടുക്കാൻ. ഇനി നമ്മുടെ കറിയിലേക്ക് നമ്മുടെ തേങ്ങ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നല്ല കളറും രസവും രുചിയും ഒക്കെ ഉണ്ടാവും. കുറഞ്ഞ ഇൻഗ്രീഡിയൻസിൽ പെട്ടെന്ന് നിങ്ങൾക്കിത് ഉണ്ടാക്കിയെടുക്കാം. ഇതിൽ ഞാൻ വെറും ചേമ്പ് മാത്രമാണ് എടുത്തിരിക്കുന്നത്. ഇത് നമ്മൾക്കിപ്പോൾ ഈ നോമ്പ് കാലത്തൊക്കെ അത്താഴത്തിനൊക്കെ വേണ്ടിയിട്ടൊക്കെ ഇതുപോലെ ഉണ്ടാക്കിയാൽ നല്ല രസമായിരിക്കും കഴിക്കാൻ. ചോറ് കഴിക്കുന്നവർക്ക്, ചിലവരൊക്കെ ചായക്ക് കടി കഴിക്കുന്നവരൊക്കെ ആയിരിക്കും. ചോറ് കഴിക്കുന്നവർക്ക് കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു മോരുകറിയാണ് ഇത്. അല്ലാത്തവർക്കും ഒക്കെ ഒരു ലേശം നേരം കൊണ്ട് ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ഞാൻ വീഡിയോ എടുക്കുമ്പോൾ എൻ്റെ മോള് ഞാനിടാമെന്ന് പറഞ്ഞു വന്നിട്ടാണ് ആ വേപ്പിൻ്റെ ഇലയൊക്കെ താഴത്ത് വീണത്. അവൾ ഇട്ടപ്പോൾ അത് പൊട്ടിത്തെറിച്ച് അവൾ മണ്ടിയതാണ്. അപ്പോൾ നമ്മുടെ മോരുകറി, നമ്മൾ 5 മിനിറ്റ് കൊണ്ടുള്ള സൂപ്പർ മോരുകറി തയ്യാറായിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റാണിത് കഴിക്കാൻ വേണ്ടിയിട്ട്. നമ്മളുടെ ചോറിൻ്റെ കൂടെയൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു ലേശം ഉണക്കൽ പൊരിച്ചതോ അല്ലെങ്കിൽ സ്രാവ് പൊരിച്ചതോ ഒക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ വേണ്ട ഒരു പയറുപ്പേരി ആയാലും നല്ല രസമായിരിക്കും നമ്മൾക്ക് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട്. അത്രയും ടേസ്റ്റുള്ള ഒരു ചേമ്പ് മോരുകറിയാണ് ഇത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ. മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. അസ്സലാമു അലൈക്കും. വോൾ